ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, എങ്ങനെയായിരുന്നു, ഏത് സമയത്തായിരുന്നു കൂടുതൽ തിരക്കുണ്ടായിരുന്നത്? പോളിംഗ് ബൂത്തുകളിൽ ഏത് ബൂത്തിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ? എത്ര ശതമാനമാണ് ജില്ലയിൽ? തന്നെയാ മറ്റിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ജില്ലയിൽ ഒരിടത്തും വലിയ നീണ്ട ക്യൂ 6 മണിക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഞങ്ങളുള്ളത് ജില്ലയിലെ തന്നെ ഏറ്റവും അധികം വോട്ടുകൾ ഉണ്ടായിരുന്ന BTM LP സ്കൂളിലാണ്. തൊടുപുഴ കുമ്പങ്കലിലെ 17-18 വാർഡുകളിലുള്ള വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കിയ ബൂത്തുകളിലാണ്. ഇവിടുത്തെ നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബൂത്തിൽ ഏതാണ്ട് 1425ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ 1250 വോട്ടുകൾ പോൾ ചെയ്തു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ജില്ലയിലെ തന്നെ ഏറ്റവും അധികം പോളിംഗ് നടന്ന ഒരു ബൂത്താണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവിടെ തന്നെ ഏതാണ്ട് 6 മണിയോട് തന്നെ എല്ലാവർക്കും തന്നെ എത്തി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി അതിനുള്ള അവസരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ വലിയ തോതിലൊന്നും ഇടുക്കി ജില്ലയിൽ എങ്ങും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണെങ്കിലും 2020 വെച്ച് നോക്കുമ്പോൾ ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറവാണ് എന്നുള്ളതാണ്. 2020 സംസ്ഥാനത്തൊട്ടാകെ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് 74% വോട്ടിംഗ് പെർസെന്റേജ് രേഖപ്പെടുത്തിയിരുന്നു. 2025 എത്തുമ്പോഴേക്കും അത് 70% എന്നുള്ളതാണ്. ജില്ലയിൽ നഗരസഭകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് 69% പോളിംഗ് മാത്രമേ കട്ടപ്പന നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ തൊടുപുഴ നഗരസഭയിൽ അത് 76% ഉയർന്നിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. തൊടുപുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ഇരു മുന്നണികളും വിവിധ രീതിയിൽ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. UDFന് അനുകൂലമായി അത് പ്രതിഫലിക്കുമെന്ന് UDF നേതാക്കൾ വിലയിരുത്തുമ്പോൾ അത് LDFന്റെ ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്ന് LDFും ആ നിലയിൽ തന്നെയാണ് പ്രതികരണം നടത്തുന്നത്. ഏതായാലും ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 6,38,313 വോട്ടർമാരാണ് ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ആകെ വോട്ടർമാരുണ്ടായിരുന്നത് 9,12,133 വോട്ടർമാരാണ്. അതിൽ 6 ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെന്ന കണക്ക് നിലവിൽ PRD പുറത്തുവിടുന്നുണ്ട്. PRD പുറത്തുവിടുന്ന കണക്ക് വൈകിട്ട് 6 മണിയോടെ തയ്യാറാക്കിയതാണ്. അതിനുശേഷം കൂടുതൽ വിശദമായ രേഖകൾ പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ നിലവിൽ കണക്കാക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും സമാധാനപൂർണ്ണമായി തന്നെ ജില്ലയിലെ വോട്ടെടുപ്പ് പൂർത്തിയായി എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സമാന സാഹചര്യങ്ങൾ ഉണ്ടായില്ല. ഓരോ ബൂത്തുകളിലും അത് സമയങ്ങളിൽ ചെറിയ തോതിലുള്ള ശബ്ദകോലാഹലങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെ അത് കൃത്യസമയത്ത് ഇടപെട്ട് പരിഹരിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കായി എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇപ്പോൾ വോട്ടിംഗിന്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ പ്രവർത്തനങ്ങളാണ് ബാലറ്റ് സീൽ ചെയ്യുന്ന അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും അടക്കം സാന്നിധ്യത്തിൽ ബാലറ്റ് സീൽ ചെയ്യുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് പൂർത്തിയാക്കിയതിനു ശേഷം വേണം ബാലറ്റ് പെട്ടികളും അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഓരോ കേന്ദ്രങ്ങളിലേക്ക് സ്റ്റോർ റൂമുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള നടപടിക്രമങ്ങൾ ഇടുക്കി ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ധന്യ. ശരി ആഷിഖ്. ഇനി എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് സിജോ വർഗീസ് ഉണ്ട്. സിജോ, എറണാകുളത്ത് എങ്ങനെ നടന്നു പോളിംഗ്? ധന്യ, എറണാകുളം ജില്ലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആകെയുള്ള 26,67,746 വോട്ടർമാരിൽ 70% വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ നിലവിൽ വോട്ടിംഗ് ശതമാനം 73.48%. കഴിഞ്ഞ തവണ 73.54% രാവിലെ മുതൽ വോട്ടിംഗ് എല്ലായിടത്തും തന്നെ കാര്യക്ഷമമായി നടക്കുകയും ചെയ്തു. തിരക്ക് കുറഞ്ഞും കൂടിയും ഇരുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ തിരക്ക് കൂടുതൽ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പള്ളുരുത്തിയിൽ നമ്പ്യാപുരത്ത് കള്ളവോട്ടിന് ശ്രമിച്ച CPM പ്രവർത്തകൻ പിടിയിലായിട്ടുണ്ട്. ജിൻസൺ എന്ന് പറയുന്ന ആളാണ് പിടിയിലായിരിക്കുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ കൊറ്റമം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിലെ UDF ചിഹ്നം മറച്ചുവെച്ചു എന്നുള്ളൊരു ആരോപണം ഉയരുന്നു. പിന്നീട് ആ പ്രശ്നങ്ങൾ മാറ്റിവെച്ചിട്ടാണ് പിന്നീട് പരിഹരിച്ച ശേഷമാണ് വോട്ടിംഗ് പുനരാരംഭിക്കാനായത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാനുണ്ട്. അതായത് ഈ വോട്ട് ചെയ്യാൻ ഈ നടക്കുന്ന ദിവസം സ്ഥാനാർത്ഥി മരിച്ചു എന്നുള്ളതാണ്. എറണാകുളം പിറവം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി 10ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി CS സാബു ആണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാനെത്തിയ 2 പേർ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വെങ്ങോല സ്വദേശി രാഘവൻ നായരും ഒപ്പം തന്നെ ശ്രീമൂല നഗരം സ്വദേശി ബാബുവുമാണ് മരിച്ചത്. ഇവർ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ എത്തിയതായിരുന്നു. പോളിംഗ് ബൂത്തിൽ എത്തിയ ശേഷം കുഴഞ്ഞു വീണു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള സങ്കടകരമായ ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ കിഴക്കമ്പലത്ത് സാബുവും ജേക്കബ് 2020 ചീഫ് കോർഡിനേറ്റർ സാബുവും ജേക്കബിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായി. ഈ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് കുടുംബസമേതം വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണാൻ ശ്രമിച്ചതാണ് ഈ CPM കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പിന്നീട് അവിടെ നിന്ന് സ്വമേധയാ മാധ്യമപ്രവർത്തകർ
ഉൾപ്പെടെ ശരി സിജു, അങ്ങനെ റോഡിലേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എറണാകുളം ജില്ലയിൽ ഉണ്ടായി. പക്ഷേ പോളിംഗ് കൃത്യമായി നടന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും 70% മുകളിലേക്ക് പോളിംഗ് എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ഇസത്ത് ചേരുന്നുണ്ട്. ഇസത്ത്, ആലപ്പുഴയിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? പോളിംഗ് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചോ? എവിടെയെങ്കിലും ഇപ്പോഴും ക്യൂ ബാക്കിയാണോ? ധന്യ, അനിഷ്ട സംഭവങ്ങൾ ആലപ്പുഴയെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴും കായംകുളത്ത് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോഴും, അതായത് 6 മണിക്ക് ശേഷവും പോളിംഗ് കഴിഞ്ഞിട്ടും അവിടെ വലിയൊരു ജനനിരയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല മണ്ണഞ്ചേരിയിൽ ഒരു റീപോളിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഒരു NSPയുടെ പ്രതിനിധി അവിടെ സംസാരിച്ചിരുന്നു. കാരണം അവിടെ NSPയുടെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അവരുടെ ചിഹ്നമല്ല തെളിഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ഇലക്ഷൻ കമ്മീഷനെയും മറ്റു സബ് കളക്ടറെയും കൂട്ടി ഒരു മീറ്റിംഗിന് ശേഷമാണ് അവിടെ ഒരു റീപോളിംഗിനുള്ള സാധ്യത കൂടി തുറന്നു വച്ചിട്ടുണ്ട്. മാത്രമല്ല ജില്ലയിലെ കണക്കുകളിലേക്ക് വരുമ്പോൾ 2020 കോവിഡ് കാലമായിരുന്നിട്ടും അന്ന് തെരഞ്ഞെടുപ്പ് നടന്ന 5 ജില്ലകളിൽ നിന്നും ഏറ്റവും മികച്ച പോളിംഗ് നേടിയ ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ. എന്നാൽ ഈ വർഷത്തേക്ക് വരുമ്പോൾ 72% പോളിംഗ് ആണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18 ലക്ഷം വോട്ടർമാരിൽ വെറും 13 ലക്ഷം വോട്ടർമാർ മാത്രമാണ് ഈ വർഷം വോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ശരാശരി 70% വോട്ടർമാരുടെ പോളിംഗ് ആണ് ഈ വർഷം ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. താരതമ്യേന ഈ വർഷം ആലപ്പുഴയിൽ പോളിംഗ് കുറവായിരുന്നു. അത് ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കഴിഞ്ഞ വർഷം 70% വോട്ട് ചെയ്തിരുന്നിടത്ത് ഈ വർഷം വോട്ട് ചെയ്തിരിക്കുന്നത് 60-ൽ താഴെയാണ്. അങ്ങനെ പലതരം പ്രശ്നങ്ങളും പല ശതമാനത്തിലുണ്ടായ കണക്ക് പിഴവുകളും ഈ തവണ ആലപ്പുഴയുടെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തന്നെയാണ്. ശരി സത്.